ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ഇയർ MBBSയിലെ പെത്തോളജിയിലെ എന്താ പറയുക പ്ലേറ്റ്ലെറ്റ് എന്ന യൂണിറ്റിലെ ഹീമോഫീലിയ. ഓക്കെ, ഹീമോഫീലിയ ആണ്. സോ ഹീമോഫീലിയൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ബി ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ക്ലിനിക്കൽ കേസ് വരും. ഒരു ക്ലിനിക്കൽ കേസ് വന്നിട്ട് അതിൻ്റെ ഡയഗ്നോസിസ് കണ്ടാൽ പ്രോബബിൾ ഡയഗ്നോസിസ്, പക്ഷേ ഡയഗ്നോസിസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ കാര്യം അതിൻ്റെ എറ്റിയോ പെത്തോജനിസിസ് ചോദിക്കാം, അല്ലെങ്കിൽ എറ്റിയോ പെത്തോജനിസിസ് ഇല്ലാന്നുണ്ടെങ്കിൽ പെത്തോജനിസിസ് എന്ന രീതിയിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അതിൻ്റെ ലാബ് ഡയഗ്നോസിസ് ചോദിക്കും. സോ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് കുറച്ച് കൺസെപ്ച്വലായിട്ട് ഇതെങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് ഞാൻ പറയാനുണ്ട്. സോ പ്ലേറ്റ്ലെറ്റ്സ് ഹീമോഫീലിയ. അപ്പോൾ ഫസ്റ്റ് എന്താ ഒരു ഇൻട്രോ പറഞ്ഞിട്ട്, ഇൻട്രോ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എൻ കൊയാഗുലേഷൻ ഡിസോർഡറാണ്. ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊയാഗുലേഷൻ ഡിസോർഡറാണ്. സോ കൊയാഗുലേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് പ്രശ്നം ഉണ്ടാകുന്നല്ല. സോ എന്തൊക്കെ പ്രൊലോങ്ഡ് ബ്ലീഡിങ് ആയിരിക്കും അതിൻ്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. ആൻഡ് എന്താ പറയുക ബ്ലീഡിങ് കൂടുന്നുണ്ടെങ്കിൽ എന്താണ് കൊയാഗുലേഷൻ എന്നീ പ്രശ്നം ഉണ്ടാവണം. സോ ഇറ്റ്സ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്, ഇതൊരു ഇൻഹെറിറ്റഡ് ഡിസീസ് ആണെന്നുള്ളത്. സോ ഇറ്റ്സ് ഇൻ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറാണ്. സോ എക്സ് ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് അയക്കണം, മെയിൽസിനയക്കണം കൂടുതൽ ഫീമെയിൽസിനേക്കാൾ. ഓക്കെ, ആ കാര്യം ഓർത്ത് വെക്കുക. ദെൻ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇതിൽ ഹീമോഫീലിയ എ ഉണ്ട്, ഹീമോഫീലിയ ബി ഉണ്ട്. ഇതിൽ ഹീമോഫീലിയ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡ്യൂ ടു ദി ഫാക്ടർ 8ൻ്റെ ഡെഫിഷ്യൻസി കാരണം. ഹീമോഫീലിയ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ 9 ഡെഫിഷ്യൻസി കാരണമാണ്. ഫാക്ടർ 8 എന്താ, ഫാക്ടർ 9 എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സോ ഇറ്റ്സ് അതായത് കൊയാഗുലേഷൻ കാസ്കേഡിലെ ഫാക്ടേഴ്സാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് പറയാം. അപ്പം ഇതാണ് മെയിനായിട്ടൊരു ഇൻട്രോ ആയിട്ട് പറയാനുള്ളത്. സോ ഇനി എന്ത് ചെയ്യാം, ഈ കൊയാഗുലേഷൻ കാസ്കേഡ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അത് കാണണം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സാധനമാണ്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ കുറച്ച് കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് ഷോർട്ടാക്കി പറയാം. സോ നോർമൽ കൊയാഗുലേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാസ്കുലർ ഇഞ്ചുറി സംഭവിക്കുന്നതായിരിക്കും. വാസ്കുലർ ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ ടിഷ്യൂ ഫാക്ടർ റിലീസ് ചെയ്യും. ടിഷ്യൂ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, ഈ പ്ലേറ്റ്ലേറ്റ്സിനെ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂലോട്ട് എന്ത് ചെയ്യും, അഡ്ഹർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഈ ടിഷ്യൂ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, അഡ്ഹറൻസ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ടു ഡാമേജ് ടിഷ്യൂസ് സംഭവിക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഒരു ഡാമേജ് ടിഷ്യൂസ് വന്നുകൊണ്ട് പ്ലേറ്റ്ലെറ്റ്സ് അഗ്രിഗേറ്റ് എന്ത് ചെയ്യും, ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യും. ഈ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയാം. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. പ്രൈമറി ഹീമോസ്റ്റാസിസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്ലഗ് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ ഒരു പ്ലഗ് ഫോം ചെയ്തു, പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് മാത്രം എന്ത് ചെയ്യത്തില്ല, ബ്ലീഡിങ് ഫുള്ളി നിൽക്കത്തില്ല. ഓക്കെ, അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് എന്ത് ചെയ്യും, നോട്ട് സ്ട്രോങ് ആണ്, അത് സ്ട്രോങ് അല്ല. സോ അതിനെന്ത് വേണം, ഫൈബ്രിൻ കൊണ്ട് ഒരു ഹെൽപ്പ് വേണം. അപ്പോൾ നീഡ് ഫൈബ്രിൻ. അപ്പോൾ ഫൈബ്രിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് ഫൈബ്രിൻ ഉണ്ടാക്കുന്നത് ഈ കൊയാഗുലേഷൻ കാസ്കേഡ് ഫോമിലൂടെയാണ്. സോ ഹെൻസ് സ്റ്റാർട്ട് കാസ്കേഡ്, കൊയാഗുലേഷൻ കാസ്കേഡ് സ്റ്റാർട്ട് ചെയ്യും. ഈ കൊയാഗുലേഷൻ കാസ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. എന്തൊക്കെയുണ്ട്, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ഉണ്ട്. ആൻഡ് അതിൻ്റെ ഒരു ഫോം പറയുകയാണെങ്കിൽ ഇൻട്രിൻസിക് ഉണ്ട്, എക്സ്ട്രിൻസിക് ഉണ്ട്. ഈ ഇൻട്രിൻസിക് മെത്തേഡിലൂടെയും എക്സ്ട്രിൻസിക് മെത്തേഡിലും വന്നിക്കാണ്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ഇത് ജോയിൻ ചെയ്താണ്ട് കോമൺ പാത്വേയിലോട്ട് എത്തും. ഈ കോമൺ പാത്വേ എന്നാണ് എന്തുണ്ടാക്കുന്നത്, ഫൈബ്രിൻ ഉണ്ടാകുന്നത്. സോ വാട്ട് ഈസ് ഇൻട്രിൻസിക്, വാട്ട് ഈസ് എക്സ്ട്രിൻസിക്, അതിനെക്കുറിച്ച് പറയാം. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടിഷ്യൂവിൻ്റെ, അതായത് ബ്ലഡ് വെസൽസിൻ്റെ പുറത്തുള്ള സാധനമൊക്കെ ടിഷ്യൂ ഒക്കെ എക്സ്പോസ് ആവുന്നുണ്ടാവുക. ഓക്കെ, ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇത് ബ്ലഡ് വെസൽസോ ആയിരിക്കും ഇഞ്ചുറി ആയിട്ടുണ്ടാവുക, അതൊക്കെ എക്സ്പോസ് ആവുന്നുണ്ടാവുക. സോ ഇൻട്രിൻസിക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു കാസ്കേഡ് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് വൈസ് പ്രോസസ്സിനാണ് കാസ്കേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടിഷ്യൂ എന്ത് ചെയ്യും, എക്സ്പോസ് ആകും. അതെന്ത് ചെയ്യും, ഫാക്ടർ 12 എന്ത് ചെയ്യും, 12A ആയിട്ട് ആക്ടിവേറ്റ് ആക്കും. 12A 11A ആക്കി ആക്ടിവേറ്റ് ആക്കും. 11 എന്ത് ചെയ്യും, 9A ആയിട്ട് ആക്ടിവേറ്റ് ആക്കും. 9A എന്ത് ചെയ്യും, 8A ആക്കി ആക്ടിവേറ്റ് ആക്കും. എന്നിട്ട് ഈ 9ഉം 8ഉം കൂടി ചേർന്നിട്ട് 10A ആക്കി ആക്ടിവേറ്റ് ആക്കും. ഇതിനിടയിൽ കുറേ സ്റ്റെപ്സുകളുണ്ട്. പക്ഷേ ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഷോർട്ടാക്കിയിട്ട് നമ്മളെ ടോപ്പിക് ഹീമോഫീലിയ ആയതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പറയാനുള്ളൂ. സോ എന്ത് ചെയ്യും, ഇവിടെ നോക്കുകയാണെങ്കിൽ 12 11 ആകും. 11 എന്ത് ചെയ്യും, 9 8 ആക്കും. ഈ 8ഉം 9ഉം കൂടി ചേർന്നിക്കാണ്ട് എന്തുണ്ടാക്കും, 10A ആക്കി മാറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് ഇതിൻ്റെ കൂടി ചേർന്ന് കണ്ട് കോമൺ
പാത്ത് വേ ആവുമെന്ന് പറഞ്ഞല്ലോ. സോ കോമൺ പാത്ത് വേ ആവണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒരു കോമൺ ആയിട്ട് സാധനം ഉണ്ടാക്കണ്ടേ. ആ കോമൺ ആയിട്ടുള്ള സാധനം എന്ത് 10A എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10A കിട്ടി. ഇൻട്രിൻസിക് വഴി 10A കിട്ടി കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് എന്ത് ചെയ്യും, എക്സ്പോസ് ആകുമ്പോൾ ടിഷ്യൂ ഫാക്ടർ 3 റിലീസ് ചെയ്യും. ടിഷ്യൂ ഫാക്ടർ 3 എന്ത് ചെയ്യും, ഈ 7നെ 7A ആക്കി മാറ്റും. ഈ 7A എന്ത് ചെയ്യും, 10നെ 10A ആക്കി മാറ്റും. സോ എന്ത് ചെയ്യും, ഇവിടെയും 10A കിട്ടി, ഇവിടെയും 10A കിട്ടി. അതായത് ഇൻട്രിൻസിക് വഴി 10A കിട്ടി, എക്സ്ട്രിൻസിക് വഴി 10A കിട്ടി. സോ ഇനി എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടി കോമൺ പാത്ത് വേയിലോട്ട് കിടക്കും. ഈ കോമൺ പാത്ത് വേയിൽ ഇനി പറയുകയാണെങ്കിൽ കോമൺ പാത്ത് വേ ഓക്കെ. കോമൺ പാത്ത് എന്ത് കിട്ടി, 10A കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യും, ഈ 10A ത്രോംബിനാക്കി മാറ്റും. പ്രോത്രോംബിൻ എന്ന് പറഞ്ഞൊരു ക്രോ അല്ലേ, അതായത് ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള സാധനമല്ലേ, അതിനെന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആക്കും. അതായത് ത്രോംബിനാക്കും, 2A ആയി മാറും. ഓക്കെ. ഈ ത്രോംബിൻ എന്ത് ചെയ്യും, ഫൈബ്രിനോജന, അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സാധനം, ആ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫൈബ്രിൻ കിട്ടി. ആൻഡ് ഈ ഫൈബ്രിനെ ആക്ച്വലി എന്ത് ചെയ്യണം, ക്രോസ് ലിങ്കേജ് നടത്തണം. ആ ക്രോസ് ലിങ്കേജ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ 8നെ 80 ആക്കി മാറ്റില്ലോ. ആ 80യെയും ഫൈബ്രിൻ കൂടി ചേർന്നാണ്ട് ക്രോസ് ലിങ്കേജ് ഫോം ചെയ്യും. ഈ ക്രോസ് ലിങ്കേജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, പ്ലേറ്റ്ലെറ്റിൻ്റെ പ്ലഗ് ഫോം ചെയ്തല്ലോ. പക്ഷെ അത് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കാസ്കേഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്ലഗും ഈ ഫൈബ്രിൻ്റെ നെറ്റ്വർക്കും കൂടി ചേർന്ന് കണ്ട് നമുക്ക് എന്ത് ഉണ്ടാക്കും, കൊയാഗുലേഷൻ സംഭവിക്കും. സോ ബ്ലീഡിങ് സ്റ്റോപ്പ് ആക്കും. ഇതാണ് എന്ത്, ഒരു നോർമലായിട്ടുള്ള ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇനി എന്ത് ചെയ്യാം, ബാക്ക് ടു ഹീമോഫീലിയ. ഹീമോഫീലിയ നേരത്തെ പറഞ്ഞു, ഹീമോഫീലിയ എന്തുണ്ട്, ഹീമോഫീലിയ എയും ഉണ്ട് ബിയും ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ ഫാക്ടർ 8ൻ്റെ ഡെഫിഷ്യൻസി കാരണം, ബി എന്ന് പറഞ്ഞാൽ ഫാക്ടർ 9 ഡെഫിഷ്യൻസി കാരണം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ കൊയാഗുലേഷൻ കാസ്കേഡ് പറഞ്ഞല്ലോ, ഈ കൊയാഗുലേഷൻ കാസ്കേഡിലാണ് ഈ ഫാക്ടർ 8ഉം 9ഒക്കെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ കാസ്കേഡിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഈ മെക്കാനിസം നടക്കില്ല, കൊയാഗുലേഷൻ നടക്കില്ല. അങ്ങനെയാണ് കൊയാഗുലേഷൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്ത് ചെയ്യും, ബ്ലീഡിങ് ഉണ്ടാകും. ഓക്കെ, അതാണ് ഇവിടുത്തെ മെക്കാനിസം. അപ്പം നമ്മൾ ഹീമോഫീലിയ എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീമോഫീലിയ എ ഇറ്റ്സ് ഡ്യൂ ടു ഫാക്ടർ 8 ഡെഫിഷ്യൻസി. ഫാക്ടർ 8 ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഫാക്ടർ 9 എന്തായിട്ട് മാറില്ല. ഫാക്ടർ 9 ഈ ഫാക്ടർ 10നെ ആക്ടിവേറ്റ് ആക്കാൻ പറ്റില്ല. കാരണം എന്താ, 8ഉം 9ഉം കൂടി ചേർന്ന് 10നെ 10A ആക്കി മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 10നെ 10A ആക്കി മാറ്റാൻ പറ്റില്ലല്ലോ. 10A ഇല്ല എന്നുണ്ടെങ്കിൽ കോമൺ പാത്ത് വേ നടക്കില്ല. കോമൺ പാത്ത് വേ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈബ്രിൻ ഉണ്ടാവുമോ, അതുമില്ല. ഓക്കെ, അങ്ങനെ ഫൈബ്രിൻ ഉണ്ടാവും. അപ്പോൾ 10A ഇല്ല, ത്രോംബിൻ്റെ ജനറേഷൻ ഇല്ല, ഫൈബ്രിൻ്റെ ഫോർമേഷനും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പ്രൈമറി ഹീമോസ്റ്റാസിസ്. അപ്പോൾ ഈ കാസ്കേഡ് പ്രോസസ് പറഞ്ഞാൽ സെക്കൻഡറി ഹീമോസ്റ്റാസിസ് ആണ്. പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്തായിരുന്നു, പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ അല്ലേ. ആ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനിൽ ഫാക്ടേഴ്സിന് ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്ലേറ്റ്ലെറ്റ് പ്ലഗിൻ്റെ ഫോർമേഷൻ നടക്കും. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യും, പക്ഷേ എന്ത് ചെയ്യും, പോർലി റീഇൻഫോഴ്സ്ഡ് ബൈ ഫൈബ്രിൻ. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് എന്ത് ചെയ്യും, സ്ട്രോങ് അല്ല, അതുകൊണ്ട് തന്നെ ഫൈബ്രിൻ്റെ ആവശ്യം വരുന്നത്. പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ റീഇൻഫോഴ്സ്ഡ് ബൈ ഫൈബ്രിൻ ഉണ്ടോ, ഇല്ല. കാരണം എന്താ, ഫൈബ്രിൻ ഉണ്ടാവണില്ല. സോ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഹീമോസ്റ്റാസിസ് ആയിട്ട് നടക്കുക. ഓക്കെ, ഇതാണ് ഹീമോഫീലിയ. ഇനി ഹീമോഫീലിയ ബി എന്തൊക്കെയാണ്, സെയിം ഇതിന് സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഹീമോഫീലിയ എ എന്ന് പറഞ്ഞാൽ ഫാക്ടർ 8ൻ്റെ ഡെഫിഷ്യൻസി കാരണം, ഹീമോഫീലിയ ബി എന്ന് പറഞ്ഞാൽ ഫാക്ടർ 9ൻ്റെ ഡെഫിഷ്യൻസി കാരണം. ഫാക്ടർ 9 ഡെഫിഷ്യൻസി കാരണം എന്ത് ചെയ്യും, ഫാക്ടർ 10A കുറയും. ഫാക്ടർ 10A ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ത്രോംബി ഉണ്ടാവില്ല, ഫൈബ്രിൻ ഉണ്ടാവില്ല, ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഹീമോസ്റ്റാസിസ് ഒക്കെ ഉണ്ടാവുക, അത് ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു എറ്റിയോപാത്തോജനസിസ് അല്ലെങ്കിൽ മെക്കാനിസം ഒക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഏജസ് കിട്ടുന്നുണ്ടാകും. അതായത് ഇതിൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് നോർമലാണ്, ബ്ലീഡിങ് ടൈം നോർമലാണ്, PT നോർമൽ, APTT നോർമൽ. കുറേ പേർക്ക് APTT കൂടി, കുറേ പേർക്ക് ഇതിങ്ങനെ ജസ്റ്റ് മഗപ്പ് ചെയ്യും, കാണാൻ പഠിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് ജസ്റ്റ് പറയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്ലീഡിങ് ടൈം. പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യും, നോർമലാണെന്ന് പറഞ്ഞല്ലോ. കാരണം ക്ലോട്ടിങ് ഫാക്ടേഴ്സിനാണ് പ്രശ്നമുള്ളത്. പ്ലേറ്റ്ലെറ്റ്സ് നോർമലാണ്. അങ്ങനെ എന്ത് പ്ലഗ് ഫോർമേഷൻ നോർമലായിരിക്കില്ലേ. പ്ലഗ് ഫോർമേഷൻ നോർമൽ ആയതുകൊണ്ട് ബ്ലീഡിങ് ടൈം നോർമൽ. അപ്പോൾ ഇവിടെയാണ് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രൊലോങ്ഡ് എന്താണ്, ബ്ലീഡിങ് ആണ് അല്ലേ. സോ പ്രൊലോങ്ഡ് ബ്ലീഡിങ് ആകുമ്പോൾ ബ്ലീഡിങ് ടൈം നോർമൽ എന്നുള്ളൊരു സാധനം വരും. അതിന് പറഞ്ഞുതരാം. ബ്ലീഡിങ് ടൈം എന്നുള്ള സാധനം എന്താണ്, ജസ്റ്റ് ഒരു ടൂള് മാത്രമാണ്. എന്തിനുള്ള നമ്മൾ പറഞ്ഞല്ലോ പ്രൈമറി ഹീമോസ്റ്റാസിസിൻ്റെ ടൈം നോക്കാൻ ഒരു ടൂളാണ് എന്ത് BT എന്ന് പറയുന്നത്.
അതായത് ഞാൻ പറഞ്ഞല്ലോ പ്ലേറ്റ് സെൽസ് അഡ്ഹർ ചെയ്ത് പ്ലഗ് ഫോം ചെയ്തെന്ന് പറഞ്ഞല്ലോ. ആ പ്ലഗ് ഫോം ചെയ്യാനുള്ള ടൈം അതിനാണ് എന്ത് പറയുക, BT എന്ന് പറയാം. ഇവിടെ പ്ലേറ്റ്ലെറ്റ്സിന് പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ ഈ പ്ലഗ് ഫോം ചെയ്യാൻ എന്ത് പ്രശ്നം ഉണ്ടാവോ? ഇല്ല, അത് നോർമലായിട്ട് ഫോം ചെയ്യും. സോ BT നോർമലായിരിക്കും. ഓക്കെ, BT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലീഡിങ് ഫുള്ളായിട്ട് നിൽക്കാനുള്ള ടൈമല്ല. അതായത് ആ പ്രൈമറി ഹീമോസ്റ്റാസിസ് നടക്കാനുള്ള ടൈമിനാണ് എന്ത് ചെയ്യുക, BT എന്ന് പറയാം. അപ്പോൾ അത് നോർമലായിരിക്കും. ദെൻ പിന്നെ പഠിക്കാൻ കാരണം വെച്ചാൽ PT. ഇനി PT APTT. ഈ PT APTT പറഞ്ഞ പോലെ തന്നെ ഒരു ടൂളാണ്. എന്ത് നോക്കാനല്ലേ, അതായത് PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് പാത്വേ നോക്കാനൊരു ടൂളാണ്. അതായത് PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രിൻസിക് പ്ലസ് കോമൺ പാത്വേനെ നോക്കാനുള്ളൊരു ടൂളാണ് ഏത്, PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് PT എന്ന് പറഞ്ഞാൽ എക്സ്ട്രിൻസിക് പ്ലസ് കോമൺ പാത്വേൻ്റെ നോക്കാനാണ്. ഇവിടെ എക്സ്ട്രിൻസിക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എക്സ്ട്രിൻസിക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഹീമോഫീലിയ A ആണെങ്കിൽ ഫാക്ടർ 8ൻ്റെ പ്രശ്നം, ഹീമോഫീലിയ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ 9ൻ്റെ പ്രശ്നം. ഇവിടെ നോക്കൂ, എക്സ്ട്രിൻസിക്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും സാധനം ഉണ്ടോ? ഇല്ല. ഈ ഇൻട്രിൻസിക്കിലല്ലേ എന്തുള്ളത്, 8 ഉള്ളതും അതേപോലെ തന്നെ 9 ഉള്ളതും ഏതിലാണ്, ഇൻട്രിൻസിക്കിലല്ലേ. സോ എക്സ്ട്രിൻസിക്കിനത് ബാധിക്കുമോ? ഇല്ല. എക്സ്ട്രിൻസിക്ക് നോർമലായിട്ട് നടക്കില്ലേ? നടക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനുള്ളതാണ്, ഈ എക്സ്ട്രിൻസിക് പ്ലസ് കോമൺ പാത്വേനെ നോക്കാനുള്ളതല്ലേ. എക്സ്ട്രിൻസിക്ക് നടക്കുന്നു, കോമൺ പാത്വേയിലോട്ട് പോകുന്നു. സോ PT നോക്കുമ്പോൾ എന്തൊക്കെയാലും അത് നോർമലായിട്ട് ഉണ്ടാവുക, കാരണം എക്സ്ട്രിൻസിക്കിനെ ബാധിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ എന്തൊക്കെയാലും. പിന്നെ APTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, APTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ, APTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഇൻട്രിൻസിക് പ്ലസ് കോമൺ പാത്വേ. ഇൻട്രിൻസിക് പ്ലസ് കോമൺ പാത്വേ, അതായത് ഇപ്പം നമുക്കറിയാം ഒരു പേഷ്യൻറ്റിൻ്റെ ഈ ഇൻട്രിൻസിക് പാത്വേണോ എക്സ്ട്രിൻസിക് പാത്വേണോ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയണമെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നതോ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. എന്തിന്, അത് സ്റ്റിമുലേറ്റ്സ് ഇൻട്രിൻസിക് പാത്വേനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഈ APTT ഇവാലുവേറ്റ് ചെയ്യും. APTT പറഞ്ഞാൽ എന്താ, ഇൻട്രിൻസിക്കും കോമൺ പാത്വേനുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, APTT കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്താ, അയാൾ ഇൻട്രിൻസിക് പാത്വേക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ളതല്ലേ. യെസ്, അങ്ങനെയാണ് നോക്കാറ്. അതായത് ഇൻട്രിൻസിക് പാത്വേ ഫാക്ടേഴ്സ് നോക്കും. പ്രൊലോങ്ഡ് APTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ്ഡ് ഇൻട്രിൻസിക് പാത്വേ. അപ്പോൾ നമ്മൾ എവിടേക്ക് തിരിച്ചറിഞ്ഞല്ലോ, നമ്മൾ നോക്കുകയാണെന്ന് തന്നെ ഹീമോഫീലിയയിൽ എന്ത് സംഭവിച്ചു, ഹീമോഫീലിയയിൽ ഫാക്ടർ 8ഉം ഫാക്ടർ 9ഉം എന്ത് ചെയ്തു, ഡെഫിഷ്യൻ്റാണ്. A ആണെങ്കിൽ ഇത്, B ആണെങ്കിൽ ഇത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രിൻസിക് പാത്വേയിൽ എന്തുണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ ഇതിനെ ഡെഫിഷ്യൻ്റ് എന്നുള്ള ഈ ഇൻട്രിൻസിക് പാത്വേ നടക്കുമോ? ഇല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രൊലോങ് ചെയ്യും, കുറവായതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, APTT പ്രൊലോങ്ഡ് ഒക്കെ. ഇപ്പോൾ മനസ്സിലായി. അതായത് അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം, BT നോർമലൊക്കെ, കാരണം എന്താ, പ്ലേറ്റ്ലെറ്റ് നോർമലാണ്. സോ പ്രൈമറി ഹീമോസ്റ്റാസിസ് നോർമലായിട്ടുണ്ടാകും, പ്ലേറ്റ്ലെറ്റിൻ്റെ പ്ലഗ് ഫോർമേഷൻ നോർമലൊക്കെ. ഇനി PT എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രിൻസിക് പാത്വേനെ നോക്കുന്നതല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, എക്സ്ട്രിൻസിക് പാത്വേയിൽ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, PT നോർമലൊക്കെ ആരും. ദെൻ APTT പറഞ്ഞാൽ എന്തിനുള്ളതാണ്, ഇറ്റ്സ് ഇൻട്രിൻസിക് പാത്വേനെ നോക്കാനുള്ളതല്ലേ. ഇൻട്രിൻസിക് പാത്വേയിൽ ഇവിടെ ഫാക്ടർ 8ഉം 9ഉം ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ലേ, പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ APTT എന്ത് ചെയ്യും, പ്രൊലോങ് ചെയ്യും. ഓക്കെ, അങ്ങനെ സൂട്ട് ചെയ്യില്ലേ. ഇനി ജസ്റ്റ് എന്താ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് സിമ്പിളാണ്. ഹീമാർത്രോസിസ്, അതായത് ബ്ലീഡിങ് ഉള്ള സംഭവം ഈ ജോയിൻറ്റിൻ്റെ ഇടയിലോട്ട് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഇൻറ്റു ജോയിൻ്റ് ആണെങ്കിൽ ഹീം ആർത്രൈറ്റിസ് എന്ന് പറയല്ലേ. ആർത്രൈറ്റിസ് എന്താ, ജോയിൻറ്റിന് ഇൻഫ്ലമേഷൻ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഹീം എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് അല്ലേ. അപ്പോൾ ബ്ലീഡിങ് ഇൻറ്റു ജോയിൻ്റ് എന്തൊക്കെയാണ്, ഹീം ആർത്രോസിസ്. ദെൻ ബ്ലീഡിങ് ഇൻറ്റു മസിൽ, അതായത് മസിൽ ഹെമറ്റോമ. ബ്ലീഡിങ് ആഫ്റ്റർ ട്രോമ, ഒരു ചെറിയ മുറിവ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള പ്രൊലോങ്ഡ് ബ്ലീഡിങ്. ദെൻ GI ബ്ലീഡിങ്. ഇതൊക്കെ